മിവ പറഞ്ഞതിനകത്ത് ഒരു കാര്യം, മിവ പറഞ്ഞത് എന്തോ ഒരു പ്രത്യേക ശക്തി സംഘപരിവാർ അധികാരത്തിൽ വന്നോടുകൂടി ഇന്ത്യയിൽ. മിവ അല്പം കൂടി ചരിത്രം പഠിക്കണം. ഇന്ത്യ മഹാരാജ്യം മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ട രാഷ്ട്രമാണ്. അതാദ്യം പഠിക്കണം. മതത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് മനുഷ്യരെ തെരുവിൽ കുരുതി ചെയ്ത ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഒന്ന്. രണ്ട്, അന്ന് ഇവിടെ BJP RSS ഒന്നും അല്ല ഭരിക്കുന്നത്. രണ്ട്, ഷാബാനു കേസ് എന്ന് പറയുന്നൊരു കേസ് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായതിന് ശേഷമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഇത്രയേറെ മതവൽക്കരിക്കപ്പെട്ടത്. അതായത് ഷാബാനു എന്ന് പറയുന്ന മുസ്ലിം വിധവയ്ക്ക് ഭർത്താവ് ജീവനാംശം കൊടുക്കണം. ഇന്നും അത് ചർച്ചയാണ്. ഇന്നലെ നിങ്ങൾ കണ്ടു, പാലക്കാട്ട് ഒരാൾ പരസ്യമായി നിസ്കരിച്ചു. എന്താ ആ സ്ത്രീ പറഞ്ഞ ന്യായം? എന്താ? എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് എനിക്ക് ജീവനാംശം കിട്ടുന്നില്ല. അർഹതപ്പെട്ട ജീവനാംശം അവർക്ക് കിട്ടാത്തതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി താൻ ചെയ്തതാണെന്നാണ് അവർ ന്യായീകരിച്ചത്. ആയിക്കോട്ടെ, നമ്മളതിൻ്റെ മറ്റിതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഷാബാനു എന്ന് പറയുന്ന സ്ത്രീക്ക് ഭർത്താവ് ജീവനാംശം കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോൾ അതിനെതിരെ നിയമനിർമ്മാണം നടത്തിയ ആളുടെ പേര് രാജീവ് ഗാന്ധി എന്നാണ്. 4/3 ഭൂരിപക്ഷത്തോടെ ഇന്ത്യ മഹാരാജ്യം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് എന്താണ് ഇന്നും പരിഹാരമുണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് മുതലാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഇത്രയേറെ മതവൽക്കരിക്കപ്പെട്ടത്. ഞാൻ ക്രിസ്ത്യനാണ്, ഇവിടെ ഇരിക്കുന്നത് മുസ്ലിമാണെന്ന് എടുത്തെടുത്ത് പറയേണ്ട ഗതി ഈ നിമിഷം വരെ, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ശുപാർശകളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കേരളത്തിന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഇട്ടുകൊടുത്ത PM ശ്രീ പദ്ധതിയാണ്. ആ PM ശ്രീ പദ്ധതിയിൽ ഈ 2025 ആദ്യഘട്ടം വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇത് രാജ്യത്തിന് അപകടമാണ് എന്നാണ്. ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയും പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുമായിട്ടുള്ള അദ്ദേഹം ഒരു ചത്താലും അതിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ നാടകീയമായിട്ടുള്ള നിലപാട് മാറ്റമാണ് ഈ CPMൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അപ്പോൾ ആ നിലപാട് മാറ്റം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെറിയ ലാഭത്തിന് വേണ്ടി കിട്ടാനുള്ള കുറച്ച് തുക കിട്ടാനുള്ളതാണ് എന്നാണ് പറഞ്ഞത്. ആ തുക കിട്ടാൻ വേണ്ടി ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ വർഗീയപരമായിട്ട് കാവ്യവൽക്കരിക്കാൻ കൂട്ടുനിൽക്കുന്നത് ഇവിടുത്തെ സർക്കാർ. ഇവർ തമ്മിലുള്ള ഐക്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് തന്നെയാണ്. ഇത് തെറ്റായ ഒരു പ്രചരണമാണ്. കാര്യം പറയല്ലേ, ഇത് തെറ്റായ ഒരു കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ PM ശ്രീ പദ്ധതി മാത്രമല്ല, പല പദ്ധതികളും കേന്ദ്രത്തിന്റെ ഫണ്ട് കേരളത്തിന് കിട്ടേണ്ടതായിട്ടുണ്ട്. ആ ഫണ്ടിന് വേണ്ടി ഒരു അവകാശവാദവും കോൺഗ്രസ് കേരളത്തിൽ നടത്തുന്നില്ല. RSSനും BJPക്കും ഒപ്പം ചേർന്നതുകൊണ്ട് കേരളത്തിന് ലഭ്യമാകേണ്ട ഫണ്ടിനെ സംബന്ധിച്ച് ഒന്നും സംസാരിക്കാത്തവരാണ് കേരളത്തിലെ കോൺഗ്രസ്. പിന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി BJP ഉദ്ദേശിക്കുന്ന എല്ലാ നിലപാടുകളും ഈ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കണമെന്നില്ല. സംസ്ഥാനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാം. തർക്കമില്ലാത്ത കാര്യമാണ്. ഇടതുപക്ഷം പറയുമ്പോഴും ഇത് മാത്രമല്ല, എത്രയോ എന്ന് പറയുന്ന BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞ കുറച്ച് വാചകങ്ങൾ നിങ്ങൾ കേൾക്കണം. ഇത് പറഞ്ഞ് ഫണ്ട് കിട്ടാൻ മാത്രമാണ് നിങ്ങൾ വിചാരിച്ചിരിക്കേണ്ട. അങ്ങനെ വിചാരിച്ചിരുന്നത് അത് അതിനുള്ള വെള്ളം വാങ്ങിവെച്ചാൽ മതി. BJP അതായത് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന മുഴുവൻ തലങ്ങളിലുമുള്ള കാര്യങ്ങൾ, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, ശുപാർശകൾ ഈ കേരളത്തിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും. മഹാത്മാഗാന്ധിയെ പറ്റി മാത്രം പഠിച്ചാൽ പോരാ. മഹാത്മാഗാന്ധിയെ പറ്റി മാത്രം പഠിച്ചാൽ പോരാ. അല്ല, അതിനകത്തെ പ്രശ്നം അറിയോ? കേരളത്തിലെ സവർക്കറെ പറ്റി കൂടി വിദ്യാർത്ഥികൾ പഠിക്കേണ്ടി വരും എന്നാണ് K. സുരേന്ദ്രൻ പറഞ്ഞത്. അല്ല മിവ, അതിനകത്തെ പ്രശ്നം അറിയോ? അല്ല സാറേ, ഇതിനകത്തെ പ്രശ്നം ഇവർ ഈ പറയുന്നത് പോലെ ഈ ശിവൻകുട്ടി ഒപ്പിട്ടപ്പോഴല്ല PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പായത്. PM ശ്രീ പദ്ധതി ഓൾറെഡി കേരളത്തിൽ നടപ്പായിട്ടുണ്ട്. ഇത് കേൾക്കൂ. അല്ല, ഞാൻ പറയട്ടെ, സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന സ്കൂളുകളെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠ സാറിന് അറിയാം, 5 KV സ്കൂളുകളുണ്ട് അല്ലേ? അതിൽ പട്ടം KV എന്നുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ കേന്ദ്രീയ വിദ്യാലയമാണ്. CPMകാരുടെ മക്കൾ അവിടെ പഠിക്കുന്നില്ലേ? കോൺഗ്രസ്സുകാരുടെ മക്കൾ അവിടെ പഠിക്കുന്നില്ലേ? അവിടെ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ട് 2 വർഷമായി. അവരെല്ലാം വർഗീയവാദികളായോ? വിദ്യാലയങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട് സാർ. അല്ല, PM ശ്രീ പദ്ധതി ഓൾറെഡി നടപ്പാക്കിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതി നടപ്പാകാതെ പോവില്ല. അതിന് അംഗീകരിച്ച സർക്കാർ സ്കൂളുകളിൽ വന്നിട്ടില്ല. പദ്ധതിക്കകത്ത് പറയുന്ന ഈ PM ശ്രീ പദ്ധതിയെ കുറിച്ച് പറയുന്ന കാര്യം MA ബേബിക്ക് മനസ്സിലായിട്ടുണ്ടോ? MA ബേബി PM ശ്രീ പദ്ധതിക്ക് എതിരാണ്. ബിനോയ് വിശ്വം PM ശ്രീ പദ്ധതിക്ക് എതിരാണ്. CPI ഒന്നിച്ചെതിരാണ്. ഇടതുപക്ഷ സംഘടനകളെല്ലാം എതിരാണ്. SFIയും DYFIയും പോലുള്ള സംഘടനകൾ PM ശ്രീ പദ്ധതിക്ക് എതിരാണ്. ഇവിടെ വന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതി PM ശ്രീ പദ്ധതിയെ എന്തിനാണ് ന്യായീകരിക്കുന്നത്? അല്ല, ഇത് കേരളത്തിൽ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ വന്നിട്ടുള്ള ഇവിടെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യം വിഷയം മാറിപ്പോകും. അല്ലല്ല, ഞാൻ പറയട്ടെ, ഇവിടെ പറഞ്ഞ കാര്യം കേരളത്തിൽ ഇങ്ങനെ ഒരു
ഡീൽ ചെയ്യുന്നതിന് വേണ്ടി ഇടപെട്ട ഒരു വ്യക്തി MP ജോൺ ബ്രിട്ടാസ് ആണ്. ബ്രിട്ടാസ് ബ്രിഡ്ജ് എന്നൊരു ടേം തന്നെ ഇതിന്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുവരെ ഇവർ അറിഞ്ഞിട്ടില്ലേ? വാദഗതികൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. PMC പദ്ധതി കേരളത്തിനകത്ത് മഹാത്മാഗാന്ധിയുടെ പേര് കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ നിന്ന് എടുത്തു കളയാ. ഇത് RSS അജണ്ടയാണ്, സംഘപരിവാറിന്റെ അജണ്ടയാണ്. ആ അജണ്ടയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ ഈ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.